കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനിലൊന്നാണ് പാലക്കാട് ഡിവിഷൻ. ആ പാലക്കാട് ഡിവിഷനിൽ നിന്ന് നമ്മുടെ ഉള്ളാൾ മുതൽ മംഗലാപുരം വരെയുള്ള ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ഭാഗമാക്കാൻ, അതായത് മൈസൂർ ഡിവിഷൻ്റെ ഭാഗമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനം ദുരുപദേഷ്ടമാണ്. മാത്രമല്ല നിഗൂഢാത്മകമാണ്. ആ തീരുമാനം ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാനാവില്ല. ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായി കേരളത്തിലെ മുഖ്യമന്ത്രിയോടോ ഭരണാധികാരികളോടോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് 29ഓളം രാജ്യസഭ ലോക്സഭ എംപിമാരുണ്ട്, അവരോടോ ഒരക്ഷരം ഉരിയാടാതെയാണ് റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. പാർലമെൻറ്റിൻ്റെ സെഷൻ, മൺസൂൺ സെഷൻ ഈ കഴിഞ്ഞ 13-ാം തീയതി വരെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കേരളത്തിലെ എംപിമാർ നിരവധി ആവശ്യങ്ങളുമായി നിരവധി പ്രാവശ്യം റെയിൽവേ മന്ത്രിയുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. അദ്ദേഹവുമായി വ്യക്തിപരമായ സംഭാഷണം നടത്തിയിരുന്നു. പക്ഷേ ഈ സമ്മേളനം അവസാനിക്കുന്ന 13-ാം തീയതി വരെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നതായി കേന്ദ്രമന്ത്രി ഒരു സൂചന പോലും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കർണാടകത്തിലെ BJPയുടെ താൽപ്പര്യപ്രകാരമാണ് ഈ തീരുമാനമെടുത്തത്. ഇത് രാഷ്ട്രീയ തീരുമാനമാണ്. ഈ തീരുമാനം കേരളത്തോടുള്ള അവഗണനയാണ്, കേരളത്തെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ തീരുമാനം നമുക്ക് അംഗീകരിക്കാനാവില്ല. ആ തീരുമാനം ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് കേരളത്തിനാണ്, പ്രത്യേകിച്ച് മലബാറിനാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്ന കാസർഗോട്ടെ ജനങ്ങളാണ്. അതുകൊണ്ട് ഈ തീരുമാനം ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. ഞങ്ങൾ എല്ലാ എംപിമാരും റെയിൽവേ മന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചു. അവസാനം ഇപ്പോൾ മന്ത്രി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല ചെന്നൈയിലെ റെയിൽവേ അറിഞ്ഞിട്ടില്ല, GM അറിഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? നമ്മൾ ആലോചിക്കണം, ആരാണ് കേന്ദ്രമന്ത്രി അറിയാതെ, അതുപോലെ ചെന്നൈയിലെ റെയിൽവേ ഓഫീസ് അറിയാതെ ആരാണ് ഈ തീരുമാനമെടുത്തത്? അപ്പോൾ മന്ത്രി പറയുന്നു ഞങ്ങൾക്കറിയില്ല, കേരള ഗവൺമെൻറ് ഞങ്ങളെ പ്രതിഷേധം അറിയിച്ചു, എംപിമാർ മുഴുവൻ പ്രതിഷേധിക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പാലക്കാട് ഡിവിഷൻ്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സൗത്ത് വെസ്റ്റ് റെയിൽവേക്ക് കൊടുക്കുന്നതായി, മൈസൂർ ഡിവിഷൻ കൊടുക്കുന്നതായി ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ കേരളത്തോട് കാണിച്ച അനീതി, BJP ഗവൺമെൻറ് കേരളത്തോട് സമസ്ത മേഖലകളിലും അനീതിയാണ്, അവഗണനയാണ് നടത്തുന്നത്. ആ അവഗണന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. നമുക്കറിയാമല്ലോ, 2007 നവംബർ 1-നാണ് സേലം ഡിവിഷൻ ഉണ്ടാക്കിയത്. സേലം ഡിവിഷൻ ഉണ്ടാക്കിയതോടുകൂടി പാലക്കാട് ഡിവിഷൻ്റെ പ്രസക്തി തന്നെ അന്ന് നഷ്ടപ്പെട്ടതാണ്. അന്ന് കോയമ്പത്തൂർ, ഈറോഡ്, സേലം, കരൂർ, അതുപോലെ തന്നെ നീലഗിരി സ്റ്റേഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട സകല വരുമാന സ്രോതസ്സുകളുള്ള സ്റ്റേഷനുകളും അടർത്തിയെടുത്തിട്ടാണ് അന്ന് സേലം ഉണ്ടാക്കിയത്. അന്ന് തമിഴ്നാടിൻ്റെ നിർബന്ധപ്രകാരമാണത് അന്ന് കൊടുത്തത്. അതോടുകൂടി പാലക്കാടിൻ്റെ വരുമാന സ്രോതസ്സ് പകുതി കഴിഞ്ഞു. പിന്നീടിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വരുമാന സ്രോതസ്സ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം മംഗലാപുരം പോർട്ടാണ്. പനൂര് ആ പോർട്ടിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ കൽക്കരി, രാസവളങ്ങൾ, ആ രാസവളങ്ങളിലൂടെ പിന്നെ ഗുഡ്സ് സർവീസിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇപ്പോൾ ആ വരുമാനം ഏതാണ്ട് ഒരു വർഷം 600 കോടിയോളം വരുന്നു. ആ 600 കോടിയോളം വരുന്ന ആ പണമാണ് ഇപ്പോൾ ഈ തീരുമാനം വഴി നഷ്ടപ്പെടാൻ പോകുന്നത്. മാത്രമല്ല ഇത് 2 ഡിവിഷനായി മാറ്റിയതോടുകൂടി, പാലക്കാട് ഡിവിഷനും മൈസൂർ ഡിവിഷനുമായി മാറ്റിയതോടുകൂടി ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഉത്തര മലബാറിനോ വേണ്ടി എടുക്കണമെങ്കിൽ 2 ഡിവിഷൻ്റെ പെർമിഷൻ വേണം. ഇപ്പോൾ കണ്ണൂർ അവസാനിക്കുന്ന ഒരുപാട് തീവണ്ടി കാസർഗോട്ടേക്കും മംഗലാപുരത്തേക്കും നീട്ടണമെന്ന് പറഞ്ഞു. ഈ നീട്ടണേ നമ്മൾ പാലക്കാട് ഡിവിഷനിലും ചെന്നൈയിലെ റെയിൽവേ ഓഫീസിലുമാണ് ബന്ധപ്പെടുന്നത്. ഇനിയിപ്പോൾ 2 ഡിവിഷൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു തീവണ്ടി വരും. മാത്രമല്ല ഞാൻ കഴിഞ്ഞ കുറേ കാലമായി ആവശ്യപ്പെടുന്ന ഒന്നാണ്, നമ്മുടെ പിന്നെ കുമ്പള സ്റ്റേഷൻ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാക്കണം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് സാമ്പത്തിക വരുമാനമില്ലാത്ത ഈ പാലക്കാട് കാലക്രമേണ ഇല്ലാതാക്കി തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിക്കാനുള്ള ഒരു ഹീനമായ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ തീരുമാനത്തിന് ഒരുപാട് ദോഷകരമായ ഫലങ്ങളുണ്ട്. നമുക്കറിയാം, അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫ് പാറ്റേൺ ആണ്.
അതുപോലെ എമർജൻസി കോട്ട റിലീസ് ചെയ്യണമെങ്കിൽ അതെല്ലാം ഇനി മൈസൂരിലേക്ക് മാറേണ്ടി വരും. അതുപോലെ തന്നെ തീവണ്ടിയുടെ പിന്നെ പരിഷ്കാരങ്ങൾ, പുതിയ തീവണ്ടികൾ വരുന്നത്, ഇതെല്ലാം മൈസൂരേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന്, റെയിൽവേ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് തിരുവോണം. കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടി, മലബാറിന് വേണ്ടി, കേരളത്തോട് BJP കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് ഓണത്തെക്കുറിച്ച് സങ്കല്പം. ഞങ്ങൾ കേരളത്തിലെ MP-മാർ അന്ന് തിരുവോണ ദിവസം പാലക്കാട് ഡിവിഷണൽ കൊമേഴ്സ്യൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാദ്യത്തെ സമരത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. ഈ സമരം കൊണ്ട് ഫലം കാണുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാ MP-മാരും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമരത്തിൻ്റെ 2ാം ഘട്ടം പിന്നീട് തീരുമാനിക്കും. അതുകൊണ്ട് ഈ തിരുവോണ ദിവസം പട്ടിണി കിടന്ന് മലയാളികൾ കാണം വിറ്റും ഓണമുണ്ണുന്ന ആ ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഈ മലബാറിനോട്, കാസർഗോഡിനോട്, കേരളത്തോട് BJPയുടെ ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഏറ്റവും നല്ല ദിവസം ആഹാരം കഴിക്കാതെ ഒരു ദിവസത്തെ 9 മണി തൊട്ട് 6 മണി വരെ നിരാഹാര സമരം ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2ാം ഘട്ട സമരത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അന്ന് തിരുവോണമാണ്, പലർക്കും പല അസൗകര്യമുണ്ട്. എന്നാലും ആ അസൗകര്യമൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാട്ട് 9 മണി വരെ, 9 മണി തൊട്ട് 6 മണി വരെ സമരമിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്കൾ പറഞ്ഞത് രാഷ്ട്രീയ തീരുമാനമാണെന്നത്. രാഷ്ട്രീയ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? അത് കർണാടകത്തിലിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കർണാടകത്തിലെ ഒരു മന്ത്രിയും BJPക്കാരും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടിയാണ് ഈ തീരുമാനം ആഘോഷിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കുറേ കാലമായി കർണാടകത്തിലെ MP-മാർ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ പാലക്കാട് ഡിവിഷൻ ഞങ്ങൾ മൈസൂരേക്ക് കൊണ്ടുപോകും, മൈസൂരേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അത് ഒരു തീരുമാനമാണ്. ഞാൻ ചോദിച്ചത്, പാർലമെൻറ്റിൻ്റെ സെഷൻ നടന്നു. ആ സെഷനിൽ MP-മാരെല്ലാം മന്ത്രിയെ പോയി കണ്ടു. ആ മന്ത്രിയെ പോയി കണ്ടതോടുകൂടി മന്ത്രിക്ക് ഞങ്ങളോട് പറയാമല്ലോ, അല്ലെ കേരള ഗവൺമെൻറ്റിനെ അറിയാമല്ലോ. കേരള ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ഇന്നലെ സംസാരിച്ചു, തിരുവനന്തപുരത്ത് സംസാരിച്ചു. അദ്ദേഹവും പരാതി അയച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ്, ഇത് കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേരള സോണ് ആവശ്യപ്പെട്ട MP-മാരാണ് ഞങ്ങളൊക്കെ. കാരണം കേരളത്തിന് റെയിൽവേയുടെ ഭൂപടത്തിൽ കൂടുതൽ പ്രസക്തി വരാനായിട്ട് കേരള സോണ്, റെയിൽവേക്കൊരു കേരള സോൺ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഫലത്തിൽ വരാൻ പോകുന്നത്, വരുമാനമില്ലാതെ പാലക്കാട് ഡിവിഷൻ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ വരുമാനമില്ലാത്ത ഈ സ്റ്റേഷൻ, ആ സ്റ്റേഷൻ പിന്നെ തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിച്ചു കഴിഞ്ഞാൽ മലബാറിൻ്റെ വികസനം എന്നേക്കുമായി അവസാനിക്കും. അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ താളം തെറ്റുന്നതോടുകൂടി തന്നെ വരുമാനമൊന്നും ഇല്ലാതാകും. വരുമാനം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഡിവിഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക? അപ്പോൾ വരുമാനത്തിലൂടെയാണ് ഈ സ്റ്റേഷന് നിലനിൽക്കേണ്ടത്. ആ വരുമാന സ്രോതസ്സാണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നത്. നമുക്കിപ്പോൾ പനവൂർ പിന്നെ മംഗലാപുരത്തു നിന്ന് വരുന്ന പിന്നെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനും ഇത് നിലയ്ക്കുകയാണ്. അതെല്ലാം മൈസൂരിന് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാസർഗോഡ് വികസനം എന്നേക്കുമായി മുരടിക്കും, മലബാറിൻ്റെയും. അതുവഴി കേരളത്തിനും കിട്ടേണ്ടുന്ന ന്യായമായ വിഹിതം ഇല്ലാതാവുകയാണ്. പുതിയ തീവണ്ടിയുടെ കാര്യത്തിൽ, അതുപോലെ സ്റ്റോപ്പേജിൻ്റെ കാര്യത്തിൽ, അത് എല്ലാം 2 ഡിവിഷൻ്റെ പെർമിഷൻ വേണം. ഇപ്പോൾ ഒരു ഡിവിഷൻ മാത്രം മതി. ഇവിടെ പാലക്കാട് ഡിവിഷൻ മാത്രം മതി. ഇനി പിന്നെ സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനമായ മൈസൂറിൻ്റെ പെർമിഷൻ വേണം, പിന്നെ പാലക്കാടിൻ്റെ പെർമിഷൻ വേണം. കാലക്രമേണ പാലക്കാട് ഡിവിഷൻ ഉന്മൂലനം ചെയ്ത് ഇത് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു ഹീനമായ ശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊരു കാരണവശാലും അനുവദിക്കാനാവില്ല. മന്ത്രി നുണ പറയുകയാണോ അതോ അറിയാത്തതുകൊണ്ടാണോ? അല്ല, മന്ത്രി എങ്ങനെയാണ് മന്ത്രി അറിയാതെ? എന്നാൽ പിന്നെ പുള്ളിയെ ഈ പണിക്ക് കൊള്ളത്തില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? കേന്ദ്രമന്ത്രി ഞങ്ങളോട് പറയുന്നു, കേരള ഗവൺമെൻറ് പ്രതിഷേധം അറിയിച്ചപ്പോഴാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം അറിയുന്നത്. MP-മാർ മുഴുവൻ, കേരളത്തിലെ MP-മാർ മുഴുവൻ, രാഷ്ട്രീയ കക്ഷി ഭേദമേന്യ എല്ലാ MP-മാരും മന്ത്രിയെ ബന്ധപ്പെട്ടപ്പോഴാണ് മന്ത്രി അറിയുന്നത് ഇങ്ങനെ പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച് പിന്നെ ഉള്ളാൾ മുതൽ
മംഗലാപുരം വരെ സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ഭാഗമായ മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്നവരെ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ആ തീരുമാനം വളരെ ദുഃഖിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അത് പുനഃപരിശോധിക്കാവുന്നതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അത് ഞങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാനാവില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയാതെ ഒരിക്കലും ഈ തീരുമാനം വരില്ല. ഇത് റെയിൽവേക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ കാസർഗോഡ് പാഴ്സൽ സ്റ്റേഷനായിരുന്നു. ആ പാഴ്സൽ നിർത്തി ഞാൻ മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തപ്പോൾ മന്ത്രി പറഞ്ഞു, ഇത് തലശ്ശേരിയിലും പിന്നെ കാസർഗോട്ടും ഈ പാഴ്സൽ ഓഫീസ് നിർത്തലാക്കിയത് വളരെ തെറ്റായ നടപടിയാണ്. ഞാനിപ്പോൾ തന്നെ റെയിൽവേക്ക് നിർദ്ദേശം കൊടുക്കാം. ആ നിർദ്ദേശം ഇതുവരെ പാലക്കാട്ട് വന്നിട്ടില്ല. അപ്പോൾ മന്ത്രി എം പിമാരെ കളിപ്പിക്കുകയാണോ? ഞങ്ങളെന്താ പുള്ളിയുടെ കളിപ്പുള്ളയാണോ എം പിമാർ? ഞങ്ങൾ ഈ മന്ത്രി BJPക്ക് ഭൂരിപക്ഷം കിട്ടിയോണ്ടല്ലേ അദ്ദേഹം മന്ത്രിയായത്. നാളെ UPAക്കാണ് ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ ഞങ്ങളൊക്കെ ഭരിക്കുന്ന പാർട്ടിയുടെ എം പിമാരല്ലേ. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികളോട് അധികാരത്തിലിരിക്കുന്നവരൊരിക്കലും കള്ളം പറയാൻ പാടില്ല, ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ല. ഇതെന്താണ് ഞങ്ങളെല്ലാം ഈ പാഴ്സൽ ഓഫീസ് നിർത്തൽ ചെയ്തതിനെതിരെ ഞാൻ കൊടുത്ത നിവേദനത്തിൻ്റെ സൈഡിൽ അദ്ദേഹം ഒപ്പിട്ടാണ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു, ഇമ്മീഡിയറ്റായിട്ട് ചെന്നൈ വിളിച്ച് പറയണം ഈ തലശ്ശേരിയിലെയും അതുപോലെ കാസർകോട്ടെയും പാഴ്സൽ ഓഫീസ് പിന്നെ നിർത്തിയ നടപടി പുനഃപരിശോധിച്ച് അവർ വീണ്ടും പാഴ്സൽ സർവീസ് ആരംഭിക്കണം. അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിർത്തലാക്കിയ മുഴുവൻ പിന്നെ സ്റ്റോപ്പേജുകളും തിരിച്ചു തരണം എന്ന് പറഞ്ഞു, തിരിച്ചു തരാമെന്ന് പറഞ്ഞു. തരുത്തില്ലെന്ന് പറഞ്ഞാലാണല്ലോ ഞങ്ങളിങ്ങനെ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി നിരങ്ങുകയാണ് ഈ സ്റ്റോപ്പേജിന് വേണ്ടി. മാത്രമല്ല ഈ ഓണക്കാലം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അതുപോലെ മംഗലാപുരത്ത് നിന്ന് കൂടുതൽ തീവണ്ടികൾ ആരംഭിക്കാൻ വേണ്ടി നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോയി. ഞാൻ മന്ത്രിയെ കണ്ടു, നിവേദനം കൊടുത്തു. ഇതെല്ലാം പരിഗണിക്കാമെന്ന് പറയുന്ന അല്ലാതെ അപ്പോൾ പോലും ഞങ്ങൾ വിവിധ ആവശ്യങ്ങളുമായി എം പിമാർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പണ്ട് നമ്മുടെ 2007 നവംബർ 1-ാം തീയതി ഈ നമ്മുടെ വരുമാന സ്രോതസ്സായിരുന്ന സേലം ഡിവിഷൻ ഉണ്ടാക്കിയോടുകൂടി പാലക്കാട്ട് നിന്ന് 1136 കിലോമീറ്റർ റൂട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് 636 ചുരുങ്ങി. 1136 കിലോമീറ്റർ റൂട്ട് അത് 636 ചുരുങ്ങി. 100 സ്റ്റേഷനുകളാണ് പാലക്കാട് ഡിവിഷനിൽ നിന്ന് സേലത്തേക്ക് പോയത്. 100 സ്റ്റേഷനുകൾ. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണല്ലോ കോയമ്പത്തൂർ, ഈറോഡ്, സേലം, കരൂർ, തിരുപ്പൂർ, നീലഗിരി. ഇതെല്ലാം വരുമാന സ്രോതസ്സുള്ള സ്റ്റേഷനുകളാണ്. ഇതെല്ലാം പോയി പാലക്കാട്ട് നിന്ന് സേലം ഡിവിഷൻ പോയി. കിലോമീറ്റർ റൂട്ട് പോയി. 1136 കിലോമീറ്റർ റൂട്ട് 636 ചുരുങ്ങി. അപ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ പ്രസക്തി 2007 തന്നെ അവർ കുറച്ചു. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ നിലനിൽക്കുന്നത് മംഗലാപുരം പനവൂർ പോർട്ട് കൊണ്ടാണ്. അവിടുന്നാണ് കൽക്കരി, അവിടുന്നാണ് രാസവളം, അവിടുന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അത് ഉള്ളാളുന്ന അങ്ങോട്ട് പനവൂർ ജംഗ്ഷൻ, മറ്റേ മംഗലാപുരം ജംഗ്ഷനും മംഗലാപുരം ടൗണും അതുപോലെ നമ്മുടെ ഗുഡ്സ് സ്റ്റേഷനായ പനവൂർ സ്റ്റേഷൻ അടക്കം ഇപ്പോൾ മൈസൂർ ഡിവിഷനിലേക്ക് പോയതോടുകൂടി ഇനി 600 കോടി രൂപയാണ് പ്രതിവർഷം പാലക്കാട് നഷ്ടപ്പെടാൻ പോകുന്നത്. വരുമാനമില്ല എന്ന പേര് പറഞ്ഞ് ഈ പാലക്കാട് ഡിവിഷൻ ഉന്മൂലനം ചെയ്ത് അത് തിരുവനന്തപുരത്തേക്ക് ലയിപ്പിക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു ഗതിയും കിട്ടത്തില്ലെന്ന് കണ്ടുകൊണ്ട് കേരളത്തെ ഉപദ്രവിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കർണാടകം പിടിച്ചെടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ കർണാടകക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഉക്രൈനും പിന്നെ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ അതിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന പോലെയാണ് ഒരു മഹാകാര്യം ഇന്ത്യ ഭരിക്കുന്നവർ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന എന്താണ്? ഒന്നിനെ കൊന്നിട്ടാണ് ഒന്ന് നേടിയെടുക്കുന്നത്. അപ്പോൾ പാലക്കാട് ഡിവിഷൻ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനിലൊന്നാണ്. അത് മലബാറിന് മാത്രമല്ല, കാസർഗോഡ് മാത്രമല്ല, കേരളത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മലബാർ ഡിവിഷൻ. അതുകൊണ്ട് പാലക്കാട് ഡിവിഷൻ വിട്ടുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാനാവില്ല.